കുഞ്ഞിലെ അമ്മയാ എനിക്കിതൊക്കെ ചെയ്തു തരാറ്. തുമ്പി തൻ്റെ കാലിൽ ചൂട് പിടിക്കുന്ന കണ്ടതും നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ചൈതന്യ പറഞ്ഞു. എന്നാ പിന്നെ കുറച്ചു നേരം എന്നെ അമ്മയായിട്ട് കണ്ടു. പക്ഷേ എടുത്തുകൊണ്ട് നടക്കാൻ മാത്രം പറയരുത്, താരാട്ട് പാടിത്തരാം. തുമ്പി ഒരു കുസൃതിയോടെ പറഞ്ഞു കേട്ടതും ചൈതന്യ വാത്സല്യത്തോടെ അവളെ തറയിൽ നിന്ന് കുലുക്കിക്കൊണ്ട് ചിരിച്ചു. അവളുടെ വാക്കുകൾ കേട്ടതും കാശിയുടെ കണ്ണുകൾ ചുവന്ന് കലങ്ങി. ഹാളിലായി ഇരിക്കുന്ന അവൻ്റെ അമ്മയുടെ ഫോട്ടോയിലേക്ക് കണ്ണുകൾ പോയതും ഒരു ദീർഘശ്വാസം അവനിൽ നിന്നും ഉതിർന്നു വീണു. പെട്ടെന്ന് കാശിയുടെ കണ്ണുകൾ നിറഞ്ഞ കണ്ണോടെയെങ്കിലും പുഞ്ചിരിയോടെ ഇരിക്കുന്ന ചൈതന്യയിലേക്കും അവളെ ശുശ്രൂഷിക്കുന്ന തുമ്പിയിലേക്കും നീണ്ടു. അത് കാണുന്ന നെഞ്ചിൽ വല്ലാത്തൊരു കുളിരു പോലെ. വാസുദേവൻ്റെ കണ്ണുകളും നിറഞ്ഞു തുടങ്ങിയിരുന്നു. തനിക്ക് പോലും ഇങ്ങനെയൊന്നും തൻ്റെ മോൾക്ക് ചെയ്തു കൊടുക്കാൻ തോന്നിയില്ലല്ലോ. അയാളുടെ നെഞ്ച് വേദന കൊണ്ടൊന്ന് വലിഞ്ഞു. അഫി പുറത്തുനിന്നും കയറി വരുമ്പോൾ കാണുന്നത് ഇതാണ്. അവനൊട്ടൊരു നിമിഷം അമ്പരപ്പോടെ അങ്ങനെ നിന്നു. പിന്നെ ചിരിയോടെ കാശിയുടെ തോളിലൊന്ന് തട്ടി. അപ്പോൾ അച്ഛനും ചൈത്യനും ആളും മാറിയിട്ടൊന്നുമില്ല അല്ലേ? തുമ്പിയുടെ മുഖത്തെ ഭാവങ്ങളൊക്കെ കാണി വാത്സല്യത്തോടെ അവളിൽ നിന്ന് നോക്കിക്കൊണ്ട് അഫി ചിരിയോടെ പറഞ്ഞു. കഴിക്കാൻ സമയമായതുകൊണ്ട് തന്നെ റൂമിൽ നിന്നും ഓരോരുത്തരായിട്ട് പുറത്തേക്ക് ഇറങ്ങി. മേരിയുടെ ഒപ്പം ഇറങ്ങിയ മാധവ് തുമ്പിയെ തന്നെ നോക്കി നിന്നു പോയി. മുട്ടിന് അല്പം താഴെ വരെ നിൽക്കുന്ന ഫ്രോക്കാണ് അവൾ ഇട്ടിരിക്കുന്നത്. അതിൽ തെളിഞ്ഞു കാണുന്ന അവളുടെ കാലുകൾക്ക് ഭംഗി കൂട്ടാൻ എന്നതുപോലെ അവയിൽ ചുറ്റിക്കിടക്കുന്ന സ്വർണത്തിൻ്റെ പാദസരത്തിൽ അവൻ്റെ കണ്ണുകളുടക്കി. ഭംഗിയുള്ള വിരലുകളിൽ ഷേപ്പിൽ വെട്ടി നിർത്തിയിരിക്കുന്ന നഖത്തിൽ പുരട്ടിയിരിക്കുന്ന ചുവപ്പ് കളർ ചായം അവളുടെ കാലിന് നല്ലതുപോലെ ഇണങ്ങുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും വീണ്ടും കണ്ണുകൾ മുകളിലേക്ക് പടർന്നു കയറുമ്പോൾ അതിന് ഇടവെക്കാൻ എന്നതുപോലെ അവൻ്റെ മുന്നിൽ മീര കയറി നിന്നതും മാധവൽപ്പം ഈർഷ്യത്തോടെ അവളെ നോക്കിയത് മതി. അത് നിന്റെ ചേട്ടൻ്റെ ഭാര്യയാണെന്ന് ഓർമ്മ വേണം. തുമ്പി അവൻ ആഗ്രഹത്തോടെ നോക്കുന്ന കണ്ടതും ദേഷ്യത്തോടെ തന്നെ മീര മാധവിനോട് പറഞ്ഞു. നീയും ഇതിനു മുൻപ് ചേട്ടൻ്റെ ഭാര്യയായിരുന്ന കാര്യം മറന്നുപോയോ മീരെ? അല്പം പുച്ഛത്തോടെ മാധവ് ചോദിച്ചത് കേട്ടതും മീര അവനെ രൂക്ഷമായി നോക്കി. മോൾ എന്തിനാ ഇതൊക്കെ ചെയ്യാൻ നിന്നത്? മോൾക്ക് ഇതൊന്നും പരിചയം കാണില്ലല്ലോ. തുമ്പിയുടെ അരികിൽ വന്നുകൊണ്ട് വാസുദേവൻ അവളെ അരുമയെ തലോടിക്കൊണ്ട് ചോദിച്ചു. ആര് പറഞ്ഞു എനിക്കിതൊന്നും അറിയില്ലെന്ന്? അച്ചിക്ക് കാലൊക്കെ വേദനിക്കുമ്പോൾ ഞാൻ ഇതുപോലെ ചെയ്യാറുണ്ട്. തുമ്പി ചൂട് മാറിയ വെള്ളം മാറ്റി വെച്ചുകൊണ്ട് ടവലിൻ്റെ ഉണങ്ങിയ ഭാഗം കൊണ്ട് ചൈതന്യയുടെ നനവുള്ള കാലുകൾ ഒപ്പിയെടുത്തു. എങ്കിലും മോള് വന്ന ദിവസം തന്നെ വാസുദേവൻ അവൾക്ക് ബുദ്ധിമുട്ടായല്ലോ എന്ന രീതിയിൽ പറഞ്ഞു. അതിനിപ്പോൾ എന്താ ചെയ്? പുത്തനച്ചി പുരമ്പുറം തൂക്കും എന്ന് കേട്ടിട്ടില്ലേ? ഇന്നിപ്പോൾ രാത്രി എന്തായാലും തൂക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇതൊക്കെ ചെയ്ത് കളയാമെന്ന് കരുതി. തുമ്പി ഒരു കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു കേട്ടതും കാശി തൻ്റെ മുഖം ഗൗരവത്തിലാക്കി. പിന്നൊന്നും മിണ്ടാതെ ഡൈനിങ് ടേബിളിനരികിലേക്ക് നടന്നു. മോള് വാ, കഴിക്കാം. വിശപ്പായി കാണില്ലേ? വാസുദേവൻ വിളിച്ച കേട്ടതും തുമ്പി ചിരിയോടെ തല കുലുക്കി. ചൈതന്യ സെറ്റിൽ നിന്നും എഴുന്നേൽക്കാൻ സഹായിച്ചുകൊണ്ട് അവൾ കാശിയുടെ അരികിലേക്ക് നടന്നു. കൂടെ ബാക്കിയുള്ളവരും. നീ ഇരുന്നാൽ എങ്ങനെയാ ചൈതന്യ? ഇവർക്കൊക്കെ ഭക്ഷണം വിളമ്പണ്ടേ? തുമ്പി ചൈതന്യ അബിയുടെ അടുത്തായി പിടിച്ചിരുത്തിയ കണ്ടതും വാസുദേവൻ്റെ അടുത്തിരുന്ന രാധ അല്പം അമർഷത്തോടെ ചോദിച്ചു. അതെന്താ, ഇവിടെ വിളമ്പാൻ വേറെ ആരുമില്ലേ? അടുക്കളയിൽ കണ്ട 2 ജോലിക്കാരെ ഓർത്തുകൊണ്ട് തുമ്പി സംശയത്തോടെ ചോദിച്ചു. ഇവിടെ അങ്ങനെ ജോലിക്കാരൊന്നും വിളമ്പില്ല. എന്നും ചൈതന്യ തന്നെയാണ് എല്ലാവർക്കും വിളമ്പുന്നത്. രാധ തൻ്റെ മുന്നിലേക്ക് പ്ലേറ്റ് നീക്കി വെച്ചുകൊണ്ട് അല്പം ഗർവോടെ പറഞ്ഞു. തുമ്പി നോക്കുമ്പോൾ പൂജയും അവരുടെ അടുത്തായി പ്ലേറ്റൊക്കെ എടുത്തു വച്ചിരിക്കുകയാണ്. മുന്നിൽ ഭക്ഷണമെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. അതൊന്ന് പ്ലേറ്റിലേക്ക് എടുത്തു വെക്കാനാണ് ഇവർക്ക് മടി. അവിടെ നടക്കുന്നതും തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന രീതിയിൽ കാശി മുന്നിൽ പ്ലേറ്റ് എടുത്തു വെച്ച സമയം തന്നെ കിച്ചണിലും ഒരു ജോലിക്കാരി അവൻ്റെ പ്ലേറ്റിൽ വിളമ്പാൻ വേണ്ടി തയ്യാറെടുത്തു. അപ്പോൾ പിന്നെ കാശിയേട്ടന് ഇവർ വിളമ്പുന്നതോ? തുമ്പി ഒരു സംശയത്തോടെ ചോദിച്ചു കേട്ടതും ആ ജോലിക്കാരി വിളമ്പാൻ വന്നത് നിർത്തിവെച്ചുകൊണ്ട് കാശി ഒന്ന് നോക്കി. അവൻ എപ്പോഴും ഗൗരവത്തിൽ തന്നെ ഇരിക്കുകയാണ്. കാശിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ജോലിക്കാരിയാണിത്. അവർ തന്നെയാണ് അവന് വിളമ്പി കൊടുക്കുന്നതും. അതിപ്പോൾ കുറച്ച് വർഷമായിക്കൊണ്ട് അങ്ങനെയാണ്. രാധ താല്പര്യമില്ലാതെ പറഞ്ഞു കേട്ടതും തുമ്പി അവരെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. കാശിയെണ്ണ ഞാൻ വിളമ്പി കൊടുത്തോളാം, നിങ്ങൾ അകത്തേക്ക് പൊയ്ക്കോ. അവരുടെ കയ്യിൽ നിന്ന് ഭക്ഷണപാത്രം വാങ്ങിക്കൊണ്ട് തുമ്പി പറഞ്ഞു കേട്ടതും അവർ അനുസരണയോട് തല കുലുക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു. ആ, ഞങ്ങൾക്ക് ആരെ വിളമ്പി തന്നാലും മതി. തുമ്പി കാശിക്ക് വിളമ്പി കൊടുക്കുന്ന കണ്ടതും രാധ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. മതി. തുമ്പി തൻ്റെ പ്ലേറ്റിലേക്ക് വീണ്ടും വീണ്ടും വിളമ്പി വെക്കുന്ന കണ്ടതും അവൻ അവളെ കടുപ്പത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതല്ല കാശിയേട്ടാ, ചേച്ചിക്ക് എണ്ണ ഇട്ട് കൊടുത്തതല്ലേ? കൈ വാഷ് ചെയ്തിട്ടും എണ്ണയുടെ സ്മെല്ല് പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് കൂടി വാരുത്താ. തുമ്പി അവന് നേരെ വാ തുറന്ന് പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും കാശിയൊന്ന് ഞെട്ടി. അവൻ അമ്പരപ്പോടെ ചുറ്റും ഇരിക്കുന്നവരെ ഒന്ന് നോക്കി. അവരുടെയും ഭാവങ്ങൾ ഏകദേശം അതുപോലെ തന്നെയാണ്. ഉച്ചയ്ക്ക് എന്തൊക്കെയോ കഴിച്ചതാണ്. എനിക്ക് നല്ല വിശപ്പുണ്ട്.
തരുന്നുണ്ടോ ഇങ്ങോട്ട്? അന്തിച്ചു നിൽക്കുന്ന കാശിയൊന്ന് നോക്കിക്കൊണ്ട് തുമ്പി കണ്ണുരുട്ടി പറഞ്ഞു കേട്ടതും ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് കാശി അവൾക്ക് നേരെ ഒരു ഉരുളച്ചോറ് നീട്ടി. അത്യധികം സന്തോഷത്തോടെ ആ ഉരുള അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയവൾ അല്പമൊന്ന് ഞെളിഞ്ഞിരുന്നുകൊണ്ട് വാസുദേവനെ നോക്കി പുരികമുയർത്തി. അത് കണ്ട അയാൾ ചിരിയോടെ തല കുലുക്കി. അപ്പോൾ ഞങ്ങൾക്കാര് വിളമ്പിത്തരും? കാശി കൊടുത്തത് കഴിച്ചുകൊണ്ട് തന്നെ തുമ്പി ചൈതന്യയുടെയും അഫിയുടെയും പ്ലേറ്റിൽ ചോറ് വിളമ്പി വീണ്ടും കാശിയുടെ അടുത്തിരുന്ന കണ്ടതും രാധ അല്പം കടുപ്പത്തിൽ തന്നെ ചോദിച്ചു. രണ്ടാനമ്മയ്ക്ക് കൈക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ, ഭർത്താവിനും മക്കൾക്കും വിളമ്പി കൊടുത്തേക്ക്. ഞാൻ നിങ്ങളിവിടെ വെച്ച പുതിയ ജോലിക്കാരിയൊന്നുമല്ല, കാശിയേട്ടൻ്റെ ഭാര്യയാണ്. ഏകദേശം അവർക്ക് രണ്ടാനമ്മയുടെ സ്വഭാവം തന്നെയെന്ന് മനസ്സിലാക്കിയ തുമ്പി അല്പം കടുപ്പത്തിൽ തന്നെ രാധയെ നോക്കി പറഞ്ഞു കേട്ടതും അവർ ഒന്ന് വിളറി വെളുത്തു. ആ കാശി പെട്ടെന്നാണ് അങ്ങനെ ഒരു ശബ്ദമുണ്ടാക്കി കൈവിരൽ അവളുടെ വായിൽ നിന്നും വലിച്ചത്. സോറി കാശിയേട്ടാ, അച്ഛൻ ഇങ്ങനെ വാരി തരുമ്പോൾ ആ കൈ ഞാൻ കടിക്കാറുണ്ട്, അതിൻ്റെ ഓർമ്മയിൽ പറ്റിപ്പോയതാ. ഇതിപ്പോൾ ശീലമാകുമ്പോൾ കാശിയേട്ടൻ ഓക്കെ ആയിക്കോളും. ചുവന്ന് നിൽക്കുന്ന തൻ്റെ വിരലിൽ നോക്കി തുമ്പിയെ കടുപ്പത്തിൽ നോക്കുന്ന കാശിയെ കണ്ട് നല്ലതുപോലെ ചിരിച്ചു കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു കേട്ടതും ചൈതന്യം വന്ന ചിരി ഒതുക്കിക്കൊണ്ട് തുമ്പി വിളമ്പിക്കൊടുത്ത ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചു. ആഹാ, അപ്പോൾ ഇത് സ്ഥിരമാക്കാനുള്ള പണിയാണ് അല്ലേ? തുമ്പിയുടെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ അഭി ചോദിക്കുമ്പോൾ അവൾ ഒറ്റക്കണ്ണിറക്കി കാണിച്ചു. മീരയും മാധവും പൂജയും ഒക്കെ മുന്നിൽ നടക്കുന്നത് കണ്ട് ആകെ പുകഞ്ഞിരിക്കുകയാണ്. രാധ അമർഷത്തോടെയെങ്കിലും ഭക്ഷണം തനിക്കും ഭർത്താവിനും മക്കൾക്കുമൊക്കെ വിളമ്പിക്കൊടുക്കാൻ തുടങ്ങി. മതി കാശേട്ടാ, വയറ് നല്ലതുപോലെ നിറഞ്ഞു. തനിക്ക് നേരെ വീണ്ടും ചോറുരുളം നീട്ടുന്നവനെ തടഞ്ഞുകൊണ്ട് തുമ്പി പറഞ്ഞു കേട്ടതും അവളെ നിർബന്ധിക്കാൻ നിൽക്കാതെ ബാക്കി അവൻ കഴിച്ചു തുടങ്ങി. അത് കാണി ചൈതന്യയുടെ കണ്ണുകളൊന്ന് വിടർന്നു. അവൾ നോക്കുന്ന കണ്ടതും അഫി അവളെ നിന്ന് തട്ടി എന്താണെന്ന് ചോദിച്ചു. അതിന് ചൈതന്യം കാശിയും തുമ്പിയും അവന് കാണിച്ചു കൊടുത്തു. അത് കാണി അഫി എന്ന് തല കുലുക്കിക്കൊണ്ട് ഭക്ഷണത്തിലേക്ക് ശ്രദ്ധിച്ചു. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് കാശി തൻ്റെ റൂമിലേക്ക് തന്നെ കയറിപ്പോയി. മോളൊന്ന് ഫ്രഷ് ആയിട്ട് വാ, ചേച്ചി സാരി ഉടുപ്പിച്ചു തരാം. വാ കഴുകി വന്ന തുമ്പിയെ പിടിച്ചു നിർത്തിക്കൊണ്ട് ചൈതന്യം പറഞ്ഞു കേട്ടതും അവൾ ഇടുപ്പിൽ കൈ കൊടുത്ത ചൈതന്യെ നോക്കി കണ്ണുരുട്ടി. ശീലമില്ലാത്തത് കൊണ്ട് തന്നെ ആ സാരിയും ആഭരണങ്ങളുമൊക്കെ ഇട്ടതിൻ്റെ കേട് എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. ഒന്ന് പോയി കിടന്നുറങ്ങട്ടെ, അല്പം പാല് മാത്രം മതി എനിക്ക്, അത് ഞാൻ കിച്ചണിൽ പോയി എടുത്തോളാം. ചേച്ചി തൽക്കാലം പോയി കിടക്കാൻ നോക്ക്, നാളെ പതി എഴുന്നേറ്റാൽ മതി. തുമ്പി പറഞ്ഞു കേട്ടതും അവളെ അധികം നിർബന്ധിക്കാതെ ചൈതന്യത്തിൻ്റെ റൂമിലേക്ക് നടന്നു. അവർക്ക് പരസ്പരം മനസ്സിലാക്കി സ്നേഹിക്കാൻ ഇനി സമയം വേണമെന്ന് ചൈതന്യയ്ക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തുമ്പി അവൾ നിർബന്ധിക്കാത്തത്. ആഹാ, നാത്തൂൻ ഇവിടെ ഉണ്ടായിരുന്നോ? അടുക്കളയിലേക്ക് കയറി വരുമ്പോൾ അവിടെ നിൽക്കുന്ന പൂജയെ കണ്ടതും തുമ്പി ചിരിയോടെ ചോദിച്ചു. എന്തേ, എനിക്കിവിടെ നിൽക്കാൻ നിന്റെ അനുവാദം വേണോ? തുമ്പി ഇഷ്ടമില്ലാതിരുന്ന പൂജ അവളെ ചൊടിപ്പിക്കാൻ എന്നോണം ചോദിച്ചു. ആ, സത്യത്തിൽ എനിക്ക് നല്ലതുപോലെ ഉറക്കം വരുന്നു. നമുക്ക് നാളെ മുതൽ നാത്തും പോര് തുടങ്ങാം. ഇന്നിപ്പോൾ ഇത്തിരി പാലെടുത്തിട്ട് ഞാൻ പോയി കിടക്കട്ടെ. തുമ്പി ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. അയ്യോ, അതിന് പാലില്ലല്ലോ മോളെ. ഒരു ഗ്ലാസ് പാലുള്ളത് പൂജ മോൾക്ക് കൊടുത്തു. അവൾക്കാണെങ്കിൽ രാത്രി പാല് കുടിക്കാതെ ഉറങ്ങാൻ പറ്റില്ല, ശീലമായി പോയി. രാധ കഷ്ടം വെച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും തുമ്പി പൂജയുടെ കയ്യിലിരുന്ന പാൽ ഗ്ലാസ്സിലേക്കൊന്ന് നോക്കി. സാരില്ല, എനിക്കേത് മതി. പറയിലും തുമ്പി പൂജയുടെ കയ്യിലിരുന്ന പാൽ ഗ്ലാസ് പിടിച്ചു വാങ്ങിയതും ഒരുമിച്ചായിരുന്നു. ഡീ ഹ, ഒരു ദിവസം പാല് കുടിച്ചില്ലെന്നും പറഞ്ഞ് കുഴപ്പമൊന്നും ഉണ്ടാകില്ല. തുമ്പി കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ കയ്യിലിരുന്ന പാൽ ഗ്ലാസും കൊണ്ട് മുകളിലേക്ക് നടന്നു. നടക്കുമ്പോൾ ഹാളിലുണ്ടായിരുന്ന വാസുദേവനെ നോക്കി ഉറക്കെ ഗുഡ് നൈറ്റ് പറയാനും അവൾ മറന്നില്ല. മാധവിൻ്റെ റൂമിന് മുന്നിലൂടെ പോകുമ്പോൾ മേരി അതിന് പുറത്തിറങ്ങി നിൽക്കുന്നത് തുമ്പി കണ്ടു. തുമ്പിയും അവളുടെ കയ്യിലിരിക്കുന്ന പാൽ ഗ്ലാസ്സിലേക്കും മാറി മാറി നോക്കുകയായിരുന്നു മീര. അത് കണ്ടത് മുഖത്തൽപ്പം നാണം വരുത്തിക്കൊണ്ട് തുമ്പി കാശിയുടെ റൂമിലേക്ക് നടന്നു. അവളുടെ ആ പോക്കത്തിൻ്റെ ചങ്കിൽ തീ കോരിയിട്ടിട്ടാണെന്ന് മനസ്സിലാക്കിയ മീരയ്ക്ക് ഉറക്കമൊന്നും വന്നില്ല. എങ്കിലും കല്യാണം കഴിഞ്ഞ ദിവസം കാശി തന്നോട് അല്പം സമയം ചോദിച്ചതും റൂമിൽ തന്നെയുള്ള സീറ്റിൽ കിടത്തിയതും ഓർത്തതും അവൾക്ക് അല്പം സമാധാനം തോന്നി. തുമ്പിയോടും അവൻ അങ്ങനെയായിരിക്കുമെന്ന് അവൾ ഉറപ്പിച്ചു. തുമ്പി റൂമിൽ കയറി ഡോർ അടയ്ക്കുമ്പോൾ ബെഡിലിരുന്ന ലാപ്പ് നോക്കുകയായിരുന്ന കാശി ഒന്ന് തിരിഞ്ഞു നോക്കി. കാശിയേട്ടന് വേണോ? തൻ്റെ കയ്യിലിരിക്കുന്ന പാൽ ഗ്ലാസ്സിലേക്ക് നോക്കുന്ന കാശിയുടെ മുഖത്തേക്ക് നോക്കി അവൾ ചിരിയോടെ ചോദിച്ചു. വേണ്ട. ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ ജോലിയിലേക്ക് കടന്നു. അത് കണ്ട് തുമ്പി പാല് കുടിച്ചുകൊണ്ട് ഗ്ലാസ് ടേബിളിൻ്റെ മുകളിൽ വെച്ചു. പിന്നെ പോയി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ബെഡിനടുത്തേക്ക് നടന്നു. ആ സെറ്റിൽ ബെഡ്ഷീറ്റും പില്ലയുണ്ട്, തുഷാർ അവിടെ കിടന്നാൽ മതി. കാശി ഗൗരവത്തിൽ പറഞ്ഞു കേട്ടതും തുമ്പിയുടെ കണ്ണുകളിലൊന്ന് ചുരുങ്ങി. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാശി പറഞ്ഞതുപോലെ സെറ്റിൽ ബെഡ്ഷീറ്റും തലയിണമൊക്കെയുണ്ട്. വെരി സോറി കാശിയേട്ടാ, കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഭർത്താവിന് ഇഷ്ടമില്ല എന്നും പറഞ്ഞ് സെറ്റിൽ മാറിക്കിടക്കാനൊന്നും എനിക്ക് വയ്യ. അതുപോലെ തന്നെ കാശിയേട്ടനും
ഇവിടുന്ന് ഇങ്ങോട്ട് മാറില്ല. ഇതെൻ്റെ കഴുത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ അവകാശമുണ്ട് എനിക്ക്. അവനെ കടുപ്പത്തിൽ നോക്കിക്കൊണ്ട് തൻ്റെ താലിയിൽ തൊട്ട് തുമ്പി പറഞ്ഞത് കേൾക്കെ അവനൊരു ദീർഘശ്വാസം എടുത്തു. അതും പറഞ്ഞുകൊണ്ട് തുമ്പി ബെഡിലായി കയറി കിടന്നതും കാശി ലാഭം കൊണ്ട് കുറച്ച് നീങ്ങിയിരുന്നു. ഈ ലൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ടോ? എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. രാവിലെ മുതൽ തുടങ്ങി നിൽപ്പാണ്. ഉച്ചയ്ക്ക് ഉറങ്ങിയെങ്കിലും അതങ്ങോട്ട് ശരിയായിട്ടില്ല. ക്ഷീണം ഭാവിച്ചുകൊണ്ട് തുമ്പി പറഞ്ഞു കേട്ടതും കാശി അമർഷത്തോടെ ലാമ്പ് അടച്ചു വെച്ച് ലൈറ്റ് ഓഫ് ചെയ്തു. ബെഡ് ലാമ്പിൻ്റെ പ്രകാശം അവിടെ പറഞ്ഞതും കാശി അവളെ അടുത്തായി കിടന്നുകൊണ്ട് കണ്ണുകളടച്ചു. ഹേയ്, എന്തേ കാണിക്കുന്നത്? കാശി കിടന്നതും അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കുന്ന തുമ്പിയെ കണ്ടതും അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് അവൻ ദേഷ്യത്തിൽ ചോദിച്ചു. ഭർത്താവിൻ്റെ നെഞ്ചി ഭാര്യയ്ക്ക് കിടക്കാനുള്ളതാ? ഇത്രയും പ്രായമായിട്ടും ഇതൊന്നും കാശിയേട്ടൻ അറിയില്ലേ? കുറുമ്പോടെ പറഞ്ഞിട്ട് അവൾ വീണ്ടും അവനിൽ പിടിമുറുക്കി. മാർക്കിടക്ക് തുഷാരെ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കരുത്. കാശി അല്പം കടുപ്പത്തിൽ പറഞ്ഞു കേട്ടതും അവൾ അവനെ മുഖമുയർത്തി നോക്കി. കാശിയുടെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് ചുവന്നു വരുന്ന കണ്ടതും തുമ്പി അവൻ്റെ നെഞ്ചിൽ നിന്നും പതി എഴുന്നേറ്റു. അവൾ തന്നിൽ നിന്നും എഴുന്നേറ്റ് മാറുന്നു എന്ന് തോന്നിയതും ഒന്ന് ആശ്വസിച്ച കാശി അവളുടെ അടുത്ത നീക്കത്തിൽ ശ്വാസമെടുക്കാൻ പോലും പറ്റാതെ അങ്ങനെ കിടന്നുപോയി. കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് അവൻ അല്പനേരം നെഞ്ചിടിപ്പോടെ കിടന്ന ശേഷം കണ്ണുകൾ തുറന്നു നോക്കി. തൻ്റെ കഴുത്തിടുക്കിൽ മുഖം പൂഴ്ത്തി കിടക്കുന്നവളെ നടുത്ത ചുണ്ടിൻ്റെ തണുപ്പ് അവൻ്റെ കഴുത്തിൽ പതിഞ്ഞതും ആ സിയിലും അവനൊന്ന് വിയർത്തുപോയി. തുഷാര, കടുപ്പത്തോടെ തന്നെ അവൻ വിളിച്ചുവെങ്കിലും അവൻ്റെ ശബ്ദമൊന്ന് ഇടറിപ്പോയിരുന്നു. മിണ്ടാതെ കിടന്നുറങ്ങാൻ നോക്ക് കാശിയേട്ടാ, ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് കാണിച്ചെടുക്കും പറഞ്ഞുകൊണ്ട് തുമ്പി അവൻ്റെ കഴുത്തിൽ പതിയെ പല്ലുകൾ ആഴ്ത്തിയതും കാശി കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് ഉയർന്നു തുടങ്ങിയ ശ്വാസത്തെ നിയന്ത്രിച്ച് നിർത്തി. അവൻ്റെ അനക്കമൊന്നും ഇല്ലെന്ന് കണ്ടതും ഒരു ചിരിയോടെ അവൾ പതിയെ കണ്ണുകൾ അടച്ചു. രാവിലെ ഉറക്കമുണരുമ്പോൾ തുമ്പി കാണുന്നത് തന്നെ മാറ്റിക്കെടുത്താൻ ശ്രമിക്കുന്ന കാശിയാണ്. കാശിയുടെ നേരത്തെ ഉണർന്നോ? സമയം എന്തായി? കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് വീണ്ടും അവൻ്റെ കഴുത്തിടുക്കിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് അവൾ ചോദിച്ച കേട്ടതും കാശി അവളെ ഒറ്റത്തള്ളിൽ മറിച്ചിട്ടു. എന്താ കാശിയേട്ടാ? ഉറക്കം കുറഞ്ഞ ദേഷ്യത്തിൽ അവൾ കണ്ണുരുട്ടിയെ കണ്ടതും കാശി വേഗം അവളെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് ബാത്റൂമിലേക്ക് കയറി. തുമ്പി അവൻ്റെ പുറത്ത് കയറി കിടന്നത് കൊണ്ട് തന്നെ അവൻ്റെ ശീലങ്ങളൊക്കെ ഇന്ന് തെറ്റിയിരിക്കുന്നു. അതിൻ്റെ ഒരു ദേഷ്യമാണ് ആളുടെ മുഖത്ത്. ഓ, ആൾക്ക് പിടിച്ചില്ല. കാശി പോകുന്ന കണ്ടതും മുഖം കോട്ടിക്കൊണ്ട് തുമ്പി പറഞ്ഞു. പിന്നെ പതിയൊന്ന് മൂരി നിവർത്തിക്കൊണ്ട് എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് നടന്നു. താഴോട്ട് നോക്കുമ്പോൾ തന്നെ കണ്ടു നടക്കാനൊക്കെ പോയിട്ട് വരുന്ന വാസുദേവനെയും അബിയെയും നീരജിനെയും ഒക്കെ. അപ്പോഴേക്കും കാശി ബാത്റൂമിൽ നിന്നും ഇറങ്ങിയിരുന്നു. അത് നോക്കിക്കൊണ്ട് അവൾ ഫ്രഷ് ആകാൻ വേണ്ടി കയറി. രാവിലെ ഒരു കോഫി പതിവായതുകൊണ്ട് തന്നെ ഫ്രഷായി കഴിഞ്ഞതിന് ശേഷം തുമ്പി താഴേക്ക് നടന്നു. നേരെ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ചൈതന്യ അവിടെ തന്നെയുണ്ട്. ചേച്ചി രാവിലെ തന്നെ ഇങ്ങോട്ട് കയറിയോ? ഇവിടെ 2 പേർക്ക് ചെയ്യാനുള്ള ജോലിയല്ലേ ഉള്ളൂ. അതിനിടയിൽ വയ്യാത്ത കാലം വെച്ച് ചേച്ചി എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ചൈതന്യ ചെയ്തെന്ന് നോക്കി മാറി നിൽക്കുന്ന ജോലിക്കാരി ഒന്ന് കടുപ്പത്തിൽ നോക്കിക്കൊണ്ട് തുമ്പി ചോദിച്ച കേട്ടതും ചൈതന്യ വെറുതെയായി ഒന്ന് പുഞ്ചിരിച്ചു. ഇതൊക്കെ എനിക്ക് ചെയ്യാനുള്ളതല്ലേ ഉള്ളൂ മോളെ, പിന്നെ ഏട്ടന് നിർബന്ധമാണ് ഇവിടെ ഇവർ നിൽക്കട്ടെ എന്നുള്ളത്. ചൈതന്യ ചിരിയോടെ തന്നെ പറഞ്ഞു കേട്ടതും തുമ്പി ഒരു മൂളലുടെ തല കുലുക്കി. ഇതൊക്കെ ആർക്കാ എടുക്കുന്നത്? ട്രെയിൽ നിറയെ ചായയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിന്ന ചൈതന്യോടായി സംശയത്തോടെ അവൾ ചോദിച്ചു. എല്ലാവരും ഇപ്പോൾ ചായ കുടിക്കാൻ ഇറങ്ങി വരും മോളെ, മോൾക്കുള്ള കോഫിയും ഉണ്ട് ഇതിൽ, ഹാളിലേക്ക് വാ കേട്ടോ. ചൈതന്യ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയതും അവൾ മനസ്സിലാക്കാതെ അങ്ങനെ തന്നെ നിന്നു. ഇവിടെയുള്ള അടുക്കള ജോലി മുഴുവനും എടുക്കുന്നത് ചൈതന്യ ചേച്ചിയാണോ? ചൈതന്യ പോയതും പാത്രം കഴുകാൻ തുടങ്ങിയ ജോലിക്കാരിയെ നോക്കിക്കൊണ്ട് തുമ്പി ചോദിച്ചു. ആ മോളെ, ചൈതന്യ കുഞ്ഞ് തന്നെയാണ് ഇവിടുത്തെ ജോലിയൊക്കെ നോക്കുന്നത്. ഞങ്ങൾ സഹായിക്കാൻ നിന്നാലും വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. പിന്നെ ഞങ്ങൾ പുറംപണിയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ പൂജ ചേച്ചിയും അവരുടെ അമ്മയും ഒന്നും അടുക്കളയിൽ കയറില്ലേ? അവർ പറഞ്ഞപ്പോൾ തുമ്പിക്ക് വീണ്ടും സംശയം. ഇല്ല മോളെ, അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ കുഞ്ഞിനോടാണ് അത് പറയുന്നത്. അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ചൈതന്യ കുഞ്ഞ് എപ്പോഴും ഇവിടെ തന്നെയാണ്. അവളുടെ കഷ്ടപ്പാട് കണ്ട് ജോലിക്കാരിൽ ഒരാൾ സങ്കടത്തോടെ പറഞ്ഞു. അതൊക്കെ കണ്ട് ഇവിടെ കാശിയേട്ടനും അച്ഛനും അഫിയേട്ടനും ഒന്നും പറയാറില്ലേ? കാശിക്ക് ചൈതന്യ വലിയ കാര്യമാണെന്ന് അറിയാവുന്ന തുമ്പി സംശയത്തോടെ തന്നെ ചോദിച്ചു. കാശി സാർ ആദ്യമേ തന്നെ ഇതിനൊക്കെ എതിരായിരുന്നു. അപ്പോൾ ഒന്നും ചൈതന്യ കുഞ്ഞ് അതൊന്നും കേൾക്കാതെ അമ്മയ്ക്കും അനിയത്തിക്കും വേണ്ടി വെച്ചു വിളമ്പി. അഫിക്കുഞ്ഞ് എത്ര പറഞ്ഞാലും ചൈതന്യ കുഞ്ഞ് ഇതൊന്നും നിർത്തില്ല. പറഞ്ഞപ്പോൾ എല്ലാവർക്കും അതൊരു ശീലമായി. അവർ പറഞ്ഞു കേട്ടതും തുമ്പി വേഗം തന്നെ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. തുമ്പി ഹാളിലെത്തുമ്പോൾ കാണുന്നത് ഓരോ സ്ഥലത്തായിരുന്ന എല്ലാവരും ചായ കുടിക്കുന്നതാണ്. തുമ്പി വരുന്നത് കണ്ടതും പൂജ തൻ്റെ കാല് ശ്രദ്ധിക്കാത്തതുപോലെ മുന്നോട്ട് നീക്കി വെച്ചു. അതറിയാതെ മുന്നോട്ട് വന്ന തുമ്പി പെട്ടെന്നൊന്ന് വീഴാൻ പോയി.
അവളെ തന്നെ നോക്കിയിരുന്ന മാധവ് തുമ്പിയെ ചേർത്ത് പിടിച്ചതും കാശി അവനെ തന്നെ സൂക്ഷ്മമായി ഒന്ന് നിരീക്ഷിച്ചു. തൻ്റെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന തുമ്പിയെ വാരിപ്പുണരാൻ മനസ്സ് പറയുന്നുണ്ടെങ്കിലും ബുദ്ധി ഉപദേശിച്ചതോർത്ത് മാധവ് അവളെ നേരെ നിർത്തി. നോക്കി നടക്കണ്ടേ തുമ്പി, ദേ എൻ്റെ ചായ താഴെ കളഞ്ഞത് കണ്ടില്ലേ? തുമ്പി വീഴാൻ പോയതും തൻ്റെ കയ്യിലെ ചായ സ്വയം താഴെ ഇട്ടുകൊണ്ട് പൂജ തുമ്പിക്ക് നേരെ ചൂടായി. അവൾ തട്ടിയതുകൊണ്ട് ചായ താഴെ വീണതായിരിക്കുമെന്ന് കണ്ട് നിന്നെ എല്ലാവരും കരുതി. ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് എനിക്കൊരു ചായ കൊണ്ടുപോവാ ചേച്ചി. ദയനീയമായി തുമ്പി നോക്കിയിരിക്കുന്ന ചൈതന്യെ നോക്കി ഉത്തരവിടുന്നത് പോലെ പൂജ പറഞ്ഞത് കേൾക്കേണ്ട താമസം ചൈതന്യ ഇരിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റു. കാശിന് ഇതൊന്നും കാണുന്നില്ലേ? നിങ്ങളുടെ അനിയത്തിയല്ലേ ഇവിടെ ഇങ്ങനെ ജോലിക്കാരിയെ പോലെ അടുക്കളപ്പണി ചെയ്യുന്നത്? ചേച്ചി ഭരിക്കുന്ന ഇവരോട് അങ്ങനെ ചെയ്തെന്ന് പറയാൻ വയ്യേ? തുമ്പി കലിയോടെ തന്നെ ചായ കുടിക്കുന്ന കാശിക്ക് നേർക്ക് തിരിഞ്ഞു. പറയാനുള്ളത്തോളം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടും കേൾക്കില്ലെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? സ്വയം അവളായിട്ട് മാറ്റി ചിന്തിക്കട്ടെ. ഒരാൾ അടിച്ചമർത്താൻ നോക്കുമ്പോൾ താന്നു കൊടുക്കുന്നത് നല്ലതല്ലെന്ന് തോന്നുമ്പോൾ ഇതൊക്കെ മാറിക്കോളും. കാശി ഗൗരവത്തിൽ ചൈതന്യെ നോക്കി പറഞ്ഞതും അവളുടെ മുഖം കുനിഞ്ഞുപോയി. ഇതെന്താ നീ ഇങ്ങനെ? ഇന്നലെ ഇവിടേക്ക് കയറി വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. ഞങ്ങളെയെല്ലാം അടിച്ചമർത്താനാണല്ലോ നോക്കുന്നത്. ചേച്ചി ജോലി ചെയ്യുന്നതിന് നിനക്കെന്താ കുഴപ്പം? ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്ന പൂജ ദേഷ്യത്തോടെ തുമ്പിക്ക് നേരെ ചിറി. ദേ, ഭർത്താവിൻ്റെ രണ്ടാനമ്മയുടെ മകളാണെന്ന് ഞാൻ നോക്കില്ല. കലിക്കുന്ന ചൂട് കോഫി എടുത്ത മുഖത്തേക്ക് ഒഴുക്കി ഞാൻ. ചൈതന്യ ചേച്ചിയോട് ചാടിക്കളിക്കുന്നത് പോലെ എന്നോട് വല്ലതും മുട്ടാൻ വന്നാലുണ്ടല്ലോ, മോള് പിന്നെ ഈ രൂപത്തിൽ തിരികെ പോകില്ല. അതുകൊണ്ട് സ്വയം തട്ടിയിട്ട കപ്പ് അതുപോലെ എടുത്തുകൊണ്ട് കളഞ്ഞ് അവിടെ വൃത്തിയാക്കാൻ നോക്ക്. ഞാനോ? തുമ്പി അമർഷത്തോടെ പറഞ്ഞു കേട്ടതും പൂജ ദേഷ്യത്തിൽ അവളെ നോക്കി. നാത്തൂൻ എന്നെ കാൽ തട്ടിയിടാൻ നോക്കിയതും സ്വയം കലിയിരുന്ന ചായക്കപ്പ് താഴെയിട്ടതും ഞാൻ നല്ല വെടിപ്പായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. ഇത് കഴിഞ്ഞിട്ട് ചായ വേണമെങ്കിൽ സ്വന്തമായിട്ടിട്ട് കുടിക്കണം. അല്ലാതെ നിങ്ങൾക്ക് ജോലിക്ക് നിൽക്കുന്നതല്ല ചൈതന്യ ചേച്ചി ഇവിടെ. ചൈതന്യമായിട്ടൊന്നും പറയില്ലെന്ന് തോന്നിയതും തുമ്പി തീർപ്പ് കൽപ്പിക്കുന്നത് പോലെ പറഞ്ഞു. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് കാശേട്ടൻ കുളിച്ച് റെഡിയായിട്ട് വേണം. ഇവിടുത്തെ ശിവക്ഷേത്രത്തിൽ നമുക്കൊന്ന് പോകണം. എൻ്റെ കല്യാണം കഴിഞ്ഞ് അവിടേക്ക് പോകാമെന്ന് അച്ഛൻ ഒരു നേർച്ച പറഞ്ഞിട്ടുണ്ട്. പൂജയോട് പറഞ്ഞുകൊണ്ട് തുമ്പി കാശിക്ക് നേരെ തിരിഞ്ഞു. ചേച്ചിയും മാഫിയേട്ടനും കൂടെ പോന്നു. ആഫിയേട്ടന് ഓഫീസിലൊന്നും പോകണ്ടല്ലോ. അപ്പോൾ അടുക്കളയിൽ ജോലിക്ക് വിടാതെ ഭാര്യയെ കൊണ്ടുപോയി റെഡിയാക്കിപ്പിക്ക്. ചിരിയോടെ അബിയോട് തുമ്പി പറഞ്ഞു കേട്ടതും അവൻ്റെ നോട്ടം നേരെ പോയത് കാശിയിലായിരുന്നു. അവനൊന്നും മിണ്ടാതെ മുകളിലേക്ക് കയറിപ്പോയതും പൂജ ദേഷ്യത്തിൽ അടുക്കളയിലേക്ക് ചാടിത്തുള്ളിപ്പോയി. തല താഴ്ത്തിയിരിക്കുന്ന വാസുദേവനെ ഒന്ന് നോക്കിക്കൊണ്ട് തുമ്പി തിരിഞ്ഞു നടന്നു. എന്തോ അയാളോട് ഇപ്പോൾ ഒന്ന് സംസാരിക്കാൻ അവൾക്ക് തോന്നിയില്ല. എത്രയൊക്കെ പറഞ്ഞാലും സ്വന്തം മോളയല്ലേ ഇവരൊക്കെ കൂടെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്? ഒരു വാക്കെങ്കിലും ചോദിക്കാമായിരുന്നല്ലോ തുമ്പി ആലോചിച്ചുകൊണ്ട് നടന്നു.